എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ സിംഗിൾ പ്രഷർ ഫുട്ട് പലർക്കും മെഷീനുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് സിംഗിൾ മെഷീനിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. 220ഓളം വീഡിയോ ഉള്ള ചാനലാണ്. വീഡിയോസ് മുഴുവൻ കാണുക. ഇത് നോക്കുക, ഇതിൽ സിംഗിൾ പ്രഷർ ഫുട്ടുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് നോക്കുക, രണ്ട് മെഷീൻ്റെയും, നമ്മുടെ സിംഗിൾ മെഷീൻ്റെയും ഡബിൾ മെഷീൻ്റെയും സിംഗിൾ പ്രഷർ ഫുട്ടുകളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഡബിൾ മെഷീൻ്റെയാണ് വലുത്, സിംഗിൾ മെഷീൻ്റെയാണ് ചെറുത്. ഇനി നോക്കുക, ഇതിൽ നമുക്ക് ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോള് നമുക്ക് രണ്ട് സൈഡ് ആയിട്ടുള്ളത് വരും. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിൽ രണ്ട് സൈഡും ഉള്ള പ്രഷർ ഫുട്ടുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഇത് രണ്ട് സൈഡും തന്നെ വാങ്ങിക്കുക, ഒരു സൈഡായിട്ട് വാങ്ങിക്കരുത്. അതുപോലെ ഈ ഡബിൾ മെഷീൻ്റെ നോക്കുക, ഇത് നോക്കുക, ഡബിൾ മെഷീൻ്റെ ആണിത്. പക്ഷേ ഇത് രണ്ട് കമ്പനിയുടെയാണ്, അതുകൊണ്ടാണ് ഇത് രണ്ട് നീളത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. പക്ഷേ അത് ഒരു പ്രശ്നമല്ല, നമുക്കിത് മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ ഹോളുള്ള ഭാഗം വരെയുള്ള ഇത് ഡിസ്റ്റൻസ് ഇതിൻ്റെ കറക്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഇത് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് ഉണ്ടാക്കില്ല. ലെങ്ത്തിലുള്ള വ്യത്യാസം, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാക്കില്ല. ഈ സിംഗിൾ പ്രഷർ ഫുട്ട് നമുക്ക് എടുത്തു നോക്കാം. ഇതിൽ പലരും പറയാറുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂചി ഇതിൽ വന്ന് കുത്തി നിൽക്കുന്നു അല്ലെങ്കിൽ മുട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഇത് നോക്കുക, ഇതൊരു സിംഗിൾ മെഷീനാണ്. അപ്പോൾ ഈ സിംഗിൾ മെഷീനിൽ നമ്മൾ പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്തിട്ട് നോക്കാം, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മെഷീൻ നോക്കുക, ഈ ഒരു മെഷീനിൽ ഞാൻ പ്രഷർ ഫുട്ട് ഇപ്പോൾ ഊരി മാറ്റിയിട്ട് സിംഗിൾ പ്രഷർ ഫുട്ട് അതിൽ ഇടാൻ പോവാണ്. അപ്പോൾ നോക്കുക, സിംഗിൾ മെഷീൻ്റെ നമ്മൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാറി മാറി ഇട്ട് നോക്കാം. കാരണം അതിൻ്റെ ചില മെഷീനുകളിൽ നമുക്ക് വ്യത്യാസം കാണുക. ഒരു സൈഡ് ഇടുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, മറ്റേ സൈഡ് ഇടുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നും അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ ചെറുതായിട്ട് അതിൽ ഒന്ന് ടച്ച് ആവുന്നുണ്ട് എന്നുള്ളതല്ല, വേറെ ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് സൂചി ഇറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ ചില മെഷീനിൽ ഇത് തട്ടി നിൽക്കും, സൂചി അവിടെ പോയി കുത്തി നിൽക്കും. അത് ആണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് ഈ ഒരു സൈഡ് ഇട്ട് നോക്കി, ഇനി അടുത്ത സൈഡും ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കറക്റ്റായിട്ട് കയറ്റി വെക്കണം. നിങ്ങൾ ഇത് ഇറങ്ങി നിൽക്കരുത്, ലൂസായി നിൽക്കരുത്. ഇതും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രഷർ ഫുട്ട് മാറ്റിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, ടൈറ്റായിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൻ്റെ ഈ സൈഡിൽ ഇത് തൊടുന്ന പോലില്ല, വളരെ കറക്റ്റായിട്ട് ഇത് പോകുന്നുണ്ട്. അപ്പോൾ ചില മെഷീനിൽ സൂചി ഇറങ്ങുന്ന സമയത്ത് സൂചി ചെറുതായിട്ട് അത് കൂടെ തട്ടിയിട്ട് പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിൽ തട്ടി പോവുകയാണെങ്കിൽ നമ്മുടെ നൂല് പൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പ്രഷർ ഫുട്ട് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇത് മറ്റൊരു മെഷീനിൽ വെച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ മെഷീനിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഈ ചെറിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക. ഈ ഹോളൊന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് ആവി കൊടുത്താൽ മതി, എന്തെങ്കിലും ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹോളൊന്ന് വലുതാക്കി കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇപ്പോൾ ഈ സൂചി ഇറങ്ങുന്ന സമയത്ത് തട്ടണതൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ അല്ലാത്തത് നമുക്ക് ചെയ്യണമെങ്കിൽ മെഷീൻ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് പറയണത്. അപ്പോൾ ഇതുകൊണ്ട് ഇത് വേറൊരു മെഷീനാണ്. അപ്പോൾ ഈ മെഷീനിൽ ഉള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മെഷീനിൽ ഒരു സൈഡിലേക്ക് നമ്മൾ പ്രഷർ ഫുട്ട് ഇടുന്നത് പ്രശ്നമില്ല, പക്ഷേ വേറൊരു സൈഡിലേക്ക് ഇടുന്നത് നമുക്ക് ഇത് സൂചി മുട്ടും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് നോക്കുക, ഈ പ്രഷർ ഫുട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇതിൽ സൂചി മുട്ടും.
കണ്ടോ, കറക്റ്റായിട്ട് സൂചി അതിൽ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ സൂചി അതിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മെഷീൻ്റെ ഇഷ്യൂ. ഇനി ഇതിൻ്റെ തന്നെ ഈ മെഷീനിൽ തന്നെ നമ്മൾ പ്രഷർ ഫുട്ട് സൈഡ് മാറ്റി മറ്റേ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ മുട്ടുന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചെറിയ ഒരു ഇഷ്യൂ ആണ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഇതിലുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നോക്കുക, ഇത് കണ്ടു, ഈ സൈഡ് കറക്റ്റായിട്ട് ഇത് ഇറങ്ങിപ്പോകുന്നുണ്ട്, യാതൊരു തരത്തിലും ഇതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ ഫുട്ട് പിടിപ്പിക്കുന്ന ഈ റോഡിൻ്റെ ഒരു ബെൻഡാണ് ഇതിന് കാരണം. നമ്മൾ പലപ്പോഴും ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ പ്രഷർ ഫുട്ട് മാറ്റുമ്പോഴൊക്കെ ആയിട്ടും ഇതിൽ പ്രഷർ വരുമ്പോൾ ഇത് ചെറുതായിട്ട് ബെൻഡായി കൊടുക്കും, അതായത് ഈ റോഡ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇടുമ്പോൾ ഒരു സൈഡിലത്തെ ആ പ്രഷർ ഫുട്ടുമേ സൂചി വന്ന് മുട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഇതിൽ ഇവിടെ ചെറിയ ഒരു പാടുണ്ട്, ഇത് സൂചി വന്ന് കുത്തിയിട്ടുള്ള ഒരു പാടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ റോഡ് കണ്ടു, ഈ റോഡാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ റോഡ് ബെൻഡായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ബെൻഡ് ഒന്ന് തീർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബെൻഡ് തീർക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കുക, ഈ സ്ക്രൂ ഒന്ന് കറക്റ്റായിട്ട് അഴിച്ചു വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ഒരു ഹാമർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ബെൻഡ് തീരും. കാരണം ചെറിയ ഒരു ബെൻഡുള്ള, വലിയ ഒരു ബെൻഡൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അല്ലാതെ നിങ്ങൾ മെഷീൻ കേടുവരുത്തിയിട്ട് എന്നെ പറ്റി കുറ്റം പറയരുത്. കാരണം നിങ്ങളത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇത് എനിക്ക് ചെയ്യാവുന്ന കേസാണ്, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിക്കഴിഞ്ഞാൽ മെഷീൻ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രഷർ ഫുട്ടും ഈ മെഷീനും കൂടി കൊടുത്ത് നിങ്ങൾ അവിടുന്ന് ഈ ബെൻഡ് തീർത്ത് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇനി രണ്ടാമത് ഒരു ചെറിയ ഒരു സൊല്യൂഷനും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ സൂചി ഇതിൽ തട്ടില്ല, കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രശ്നമുള്ള ഈ ഒരു റോഡിൻ്റെ ബെൻഡാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ പലരും പറയാറുണ്ട്, അപ്പോൾ മെഷീൻ പഴകിയ മെഷീനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡൊക്കെ ബെൻഡായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് വളരെ കറക്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളും ഇതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റോഡിൻ്റെ പ്രശ്നമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി നോക്ക്, ഇനി നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള പരിപാടി ഇത് കണ്ടു. ഇത് പ്രഷർ ഫുട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ വെച്ചിട്ട് ഈ അടിയിലത്തെ ആ പ്ലേറ്റിൻ്റെ ഹോളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തിക്കി കൊടുക്കുക സൈഡിലേക്ക്, കണ്ടു. അപ്പോൾ ചെറുതായിട്ട് ഇതങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പണിയാണ്. എന്നിരുന്നാലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ഇത് ചെയ്യാവൂ. അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യരുത്. കത്രിക മൂർച്ച കൂട്ടുന്ന വീഡിയോ ഇട്ടിട്ട് പലർക്കും അത് ചെയ്ത് സക്സസ് ആയി, പലരുടെയും അത് കത്രിക കേടുവന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. അത് എൻ്റെ കുറ്റമല്ല, നിങ്ങൾ ചെയ്യുന്ന രീതിയുടെ കുറ്റമാണ് എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളൂ. അപ്പോൾ ഇതിനും ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവൂ, ഇല്ലെങ്കിൽ മെഷീൻ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്ത് ചെയ്യുക. അതുപോലെ തന്നെ സിംഗിൾ പ്രഷർ ഫുട്ട് മാറ്റിയിടാൻ അറിയാത്ത ഒരുപാട് പേര് ചോദിക്കാനായിരുന്നു എങ്ങനെയാണ് പ്രഷർ ഫുട്ട് മാറ്റിയിടുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതും മനസ്സിലായിട്ടുണ്ടാവും. ഈ സ്ക്രൂ ഒന്ന് അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രഷർ ഫുട്ട് ഏതും മാറ്റി ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പണിയുള്ള, വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമ്മളുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.